നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവർ പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈൻറ്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം അമ്മ എന്ന സംഘടനയിലെ പ്രശ്നം, അമ്മയെന്ന് മാറ്റിയിട്ട് കുഞ്ഞമ്മ എന്നാക്കുക. കുഞ്ഞമ്മയിലും അമ്മയുണ്ട്, വേണ്ട അളിയൻ്റെ മോൻ എന്നൊക്കെ എന്തെങ്കിലും ഇടുക. ഓക്കെ, പലവട്ടം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന ഹാഷ്ടാഗ് ക്രിയേറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു ഹാഷ്ടാഗ് പരക്കണം. ഇന്നിപ്പോൾ ഈ 2026 മൊത്തം വിഷയങ്ങളാണ്. നെടുമങ്ങാട് കുട്ടിയുടെ വിഷയം, ഇങ്ങനെ പല വിഷയങ്ങളാണ്. സത്യം പറയല്ല, തലപ്രാന്ത് പിടിക്കുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും എന്തുവാടെ, ഇവിടുത്തെ നിയമം ഒരിക്കലും സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിൽക്കുന്നില്ല. ആ കുട്ടിയുടെ കേസിൽ തന്നെ യവൻ്റെ ആ ഒരു നാറിയുണ്ടല്ലോ, അവൻ്റെ ആദ്യ ഭാര്യയുണ്ട്, ആമിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി അടിച്ച് കോമയിലാക്കിയിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ 6ഓളം തവണ സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്ന് കേസ് കൊടുത്തിട്ട് ആ കേസ് പോലും അവരെടുത്തിട്ടില്ല. അവസ്ഥ, പരാതി കൊടുത്ത് FIR ഇട്ട് അതിന് തക്കതായ നടപടി എടുക്കാണ്ട് പോലീസുകാർ അവനെ വിളിപ്പിച്ച് അവൻ വന്നില്ല, വരാത്തതുകൊണ്ട് അതങ്ങ് വിട്ട്. ഈ ഒരു സെറ്റപ്പിലാണ് പോയിട്ടുള്ളത്. അന്ന് അവനെ പിടിച്ച് അകത്തിട്ട് കേസെടുത്ത് FIR ഇട്ട് ഇടിച്ച് നൂത്ത് നെടുകിയെടുത്ത് അകത്തിട്ടുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഈ ഒരു കാര്യം സംഭവിക്കത്തില്ല. എന്തൊക്കെ നടക്കുന്നുണ്ടോ? ഓക്കെ, ആ വിഷയം ഞാൻ രാവിലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ചെയ്ത വീഡിയോ ആണ്, രാവിലെ അങ്ങനെയുണ്ട്. ഓക്കെ, നമുക്കടുത്ത് ഈ ഒരു അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലോട്ട് വരാം. ലക്ഷ്മിപ്രിയ പ്രാക്കൽ റാണിയാണ്. പ്രാഗൻ റാണി കെങ്കേമമാണ്, പ്രാഗിത്തള്ള്, അമ്മാതിരി സെറ്റപ്പാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാം, ഈ ഒരു അൻസിബ ഇഷ്യൂവിൽ അൻസിബ 100ക്ക് 110% ജെനുവനാണ്. പൂർണ്ണ സപ്പോർട്ട് ഞാൻ അൻസിബയ്ക്ക് നൽകത്തുള്ളൂ. ഞാൻ ജെനുവൻ സോഴ്സ് ചെയ്യുന്ന അന്വേഷിച്ച് അറിഞ്ഞ് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഓക്കെ, എല്ലാം നമുക്ക് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ അറിഞ്ഞിടത്തോളം അൻസിബ ഇവിടെ 100% ജെനുവിനാണെന്നും ടിനി ടോം അടങ്ങുന്ന ടീമുകൾ മൊത്തം ഈ പറയുന്ന അൻസിബയെ ചവിട്ടി പുറത്താക്കാനുള്ള പ്ലാനുകളും അതുപോലെ ടിനി ടോം പല അപരാധങ്ങളും അൻസിബയെ പറ്റി പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ്. ലാലേട്ടനുമായിട്ട് അഭിഹിതം, ഈ പറയുന്ന രണ്ടാനച്ഛനുമായിട്ട് അഭിഹിതം, അതിനെ തുടർന്നിട്ട് മറ്റേ ഇത് ജിഹാദി സെറ്റപ്പ്, ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഈ വ്യക്തി പറഞ്ഞത് തന്നെയാണ്. അതൊക്കെ ഓരോന്നും ദിനം പ്രതി പുറത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും അൻസിബ ഇത്രയും നാൾ പ്രതികരിക്കാണ്ട് കേസ് കൊടുക്കാണ്ടിരുന്ന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തു പോകുന്നുണ്ട്. ലക്ഷ്മിപ്രിയക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം 1 കോടി ചോദിക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടുത്താണ് കേസ് കാര്യങ്ങളൊക്കെ പരാതി കൊടുത്ത് അവസാനം ഇങ്ങനെ കേസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പോലീസ് മേധാവിയിലേക്കൊക്കെ. അങ്ങനെ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളാണ് നടക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഏതറ്റം വരെ പോയിട്ടും അൻസിബ ഇതിൽ പോരാടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ നിയമത്തിൻ്റെ സപ്പോർട്ട് നിനക്ക് എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എത്രത്തോളം നീ വിജയിക്കുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ നീ പോരാടണം. ഗാന്ധിജി പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് പോരാടിയതുപോലെ നീ ഇവിടെ സത്യത്തിനൊപ്പം നിന്ന് പോരാടണം. അവസാനം സെറ്റിൽമെൻറ്റിന് ഇതിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും വീഴാണ്ട് നീ ഏതറ്റം വരെയും പോകണം. കാരണം ഇനി ഒരു അൻസിബ ഉണ്ടാകരുത്. ഇനി ഒരു അൻസിബയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഈ പറയുന്ന സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്കോ ഉണ്ടാവാതിരിക്കണം. അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ള, ഇവിടുത്തെ നിയമം ശക്തമായില്ലെങ്കിൽ തീർന്നെന്നങ്ങ് കൂട്ടിയാൽ മതി ഈ നാട്. ഇവിടെ സ്ത്രീകൾക്കൊരു പ്രിവിലേജ് ഉണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളും സ്ത്രീകൾക്ക് സപ്പോർട്ട് കിട്ടാറുണ്ട്. പക്ഷെ ജെന്യുവനായിട്ടുള്ള സ്ത്രീകൾക്ക് അത് കിട്ടുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. വല്ല ഉടായ്പകളും വല്ല ഫ്രോഡുകൾക്കും കയ്യിൽ പൈസ ഉള്ളതിന് മാത്രമാണ് ഇവിടെ നിയമം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് ജെന്യുവനായിട്ടൊരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നഹിഹെ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു സമയത്ത് സുഖം അനുഭവിച്ചിട്ട് പിന്നെ വന്ന് വ്യാജ പരാതികൾ കൊടുത്തവളുമാർക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ മീഡിയക്കാരടക്കം നിന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ആരുമില്ല, നമ്മളെപ്പോലെ കുറേ യൂട്യൂബേഴ്സ് മാത്രം, പിന്നെ ജനങ്ങൾ. ഓക്കെ, അതാണ് പറയുന്നത്, ഇവിടെ ന്യായത്തിനും സത്യത്തിനൊപ്പം നിൽക്കാൻ വളരെ വളരെ നിയമം പിന്നിലാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം തന്നെ കുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ നാറിയുടെ ആദ്യ ഭാര്യയ്ക്ക് മോശം അനുഭവം ഉണ്ടായി. അവരെ അടിച്ച് കോമയിലാക്കി. എന്നിട്ട് പരാതി ആ വീട്ടുകാർ കയറി ഇറങ്ങി നടന്ന് കൊടുത്തിട്ട് പോലും കേസ് എടുക്കാത്ത പോലീസുകാരാണ്. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ അവനെ സംരക്ഷിക്കുകയാണ്. അവനെ നാട്ടുകാർ പെരുമാറാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ അവനെ സംരക്ഷിക്കുകയാണ് ഇവിടെ പോലീസുകാർ. വല്ലാത്ത അവസ്ഥയാണ്. കാണുമ്പോൾ പുച്ഛം. ഇവിടുത്തെ നിയമത്തോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. ഓക്കെ, അതുപോലെ നിയമപാലകരോട്. ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. അൻസിബ പരാതി കൊടുത്തതിനെ തുടർന്നിട്ട് മൊഴി രേഖപ്പെടുത്താനായിട്ട് നമ്മുടെ ലക്ഷ്മിപ്രിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിപ്രിയ വന്ന് മൊഴിയൊക്കെ കൊടുത്തതിന് ശേഷം മീഡിയയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം.
നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവര് പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈന്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെന്റ് ആണല്ലോ, അപ്പം അങ്ങനെ കേസ് കൊടുത്ത്. അയ്യോ, പ്ലാൻഡ് മൂവ്മെന്റോ? ഇതോ ആരാണ് പ്ലാൻ ചെയ്തത്? ടിനി ടോം, ശ്വേതാ മേനോൻ, പിന്നെ ലക്ഷ്മിപ്രിയ, നിങ്ങളടങ്ങുന്ന ഗ്യാങ് ആണോ പ്ലാൻ ചെയ്തത്? കറക്റ്റാ സമ്മതിച്ചത് ഒരു പ്ലാൻഡ് മൂവ്മെന്റ് ആണെന്ന്. പിന്നെ ആ പെണ്ണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുക, ഒറ്റയ്ക്ക് നിന്ന് കേട്ടാ. പ്ലാൻഡ് മൂവ്മെന്റ് എന്ന് നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊള്ളാം, സൂപ്പർ. എന്തായാലും ആ പെണ്ണിനെ 3 മണിക്കൂറോളം നീ സ്റ്റേഷനിൽ ഇരുത്തി ഹരാസ്യപ്പെടുത്തിയില്ലേ? നീ ഇത്ര ഞാൻ ഉക്രൂക്ക വലിക്കും ലക്ഷ്മിപ്രിയ. നിന്നെ കുറിച്ചിട്ട് പല കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട്. മീൻസ് പുറത്ത് വന്നില്ലെങ്കിലും അകത്ത് വരുന്നുണ്ട്. ഞാൻ കേട്ടതും കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടാ. ഓക്കെ. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ, അവിടെ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുൾ ഇന്ന് കൈമാറും. ഓക്കെ, നല്ലതാണ്. മൊഴി കൊടുക്കാൻ വന്നതാണ്. ഡിജിറ്റൽ എവിഡൻസ് ഫുള്ള് കയ്യിലുണ്ട്, കൈമാറണം. ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഡിജിറ്റൽ എവിഡൻസ് ഒന്നും. അന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന്. എല്ലാം എടുത്ത് കൈമാറണം. തൻ്റെ കയ്യിലുള്ള ഡിജിറ്റൽ എവിഡൻസ് ഫുൾ എടുത്ത് കൈമാറണം. എന്നിട്ട് മീഡിയയ്ക്കും കൂടി കൊടുക്കുക ഡിജിറ്റൽ എവിഡൻസ്. നമ്മളൊക്കെ ഒന്ന് കാണട്ടെ എന്താണ് തൻ്റെ കയ്യിലുള്ളതെന്ന്. വന്നിന് തള്ളി മറിക്കുന്നുണ്ടല്ലോ. ഇത് കേൾക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ വിചാരിക്കും അപ്പോൾ അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്, അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട്. ഒരു തേങ്ങയും കാണത്തില്ല, ചുമ്മാ നേരം തള്ളി മറിക്കുകയാണ്. അവിടെ പോയിട്ട് ബബ്ബ ബബ്ബ അടിച്ചോണ്ടിരിക്കും. അല്ലാതെ അവിടെ ഡിജിറ്റൽ എവിഡൻസും കാണത്തില്ല, ഒരു തേങ്ങയും കാണത്തില്ല. ചുമ്മാ തള്ളിയങ്ങ് മറിക്കുക ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടെന്ന്. ഇത് മീഡിയക്കാരെ നൈസായിട്ട് തിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ. അപ്പോൾ അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. ഈ ഒരു സാധനം ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസിൽ കുറേ സ്ട്രാറ്റജി ഇറക്കി അവസാനം ബുള്ളറ്റിൽ കയറി നിന്ന് ബാക്ക് ചെയ്ത് എവിക്റ്റ് ആയിപ്പോയി. അതുപോലെ ഇതിലും പോവാ. ഇതൊരു ജയിലിലായിരിക്കും. പറഞ്ഞതേ യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു പരാതിയിലാണ് അവരെ 3-4 മണിക്കൂർ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത്. അതിനുശേഷം മാപ്പ് എഴുതി വാങ്ങിച്ചു വിട്ടു. അത് കേസ് എടുക്കാൻ പോലും ഒന്നും ഇല്ല എന്നായിരുന്നു. അത് പുള്ളിക്കാരുടെ വേർഷൻ അല്ലേ. എന്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സോറി പണ്ട് രാമൻ ശ്രീരാമൻ അതാണ് കള്ളം പറയുമ്പോൾ ബബ്ബൊക്കെ വരും. പിന്നെ സോറി ഇതൊക്കെ വരും. കാരണം അടുത്ത് ചിന്തിക്കണം, ദൈവമേ ഞാൻ എന്ത് പറയും. പറ. അതിനുത്തരം പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. ഞാൻ ഡിസംബർ 10-ാം തീയതി വന്ന മെസ്സേജിന് ജനുവരി 21 വരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ജനുവരി 22-ാം തീയതി ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. തീരുമാനിച്ചോ? ഡിജിറ്റൽ എവിഡൻസും പിടിച്ചോണ്ടിരുന്നു. നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ? ലക്ഷ്മി ചേച്ചിയുടെ പ്രാകുന്ന വോയിസാണ് ഹൈലൈറ്റ്. അത് ഞാൻ എൻ്റെ കാതിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അമ്മാതിരി പ്രാക്കായിരുന്നു. ഇപ്പോഴും പുഷ്പ തന്നെ തളർന്നിട്ടില്ല. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എന്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എന്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ. എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ള ഒരു അവകാശമില്ലേ. പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. ഇപ്പൊ അങ്ങനെ നീ കേസ് കൊടുത്തിട്ടല്ല അവളെ പിടിച്ച് 3 മണിക്കൂർ അവിടെ ഇരുത്തിയത്. പോലീസ് അതോറിറ്റി തീരുമാനിക്കട്ടെ. എന്തായാലും അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രേഷ്മ ചേച്ചിക്ക് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. CCTV എത്ര നാളായിട്ട് അറിയില്ല കിട്ടുമോ ഇല്ലെന്ന്. എന്തായാലും കിട്ടുന്നിടത്തോളമൊക്കെ നമുക്ക് നോക്കാം. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഉള്ളതൊക്കെ ഇങ്ങ് വായിന്ന് വന്നോളാം. അപ്പോൾ ലക്ഷ്മിപ്രിയെ, അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ അല്ലെങ്കിൽ സാറന്മാരൊക്കെ അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാം ലക്ഷ്മിപ്രിയയുടെ ആൾക്കാരായിരുന്നില്ല. അല്ലെങ്കിൽ 3 മണിക്കൂർ അൻസിബെ പിടിച്ച് അവിടെ ഇരുത്തേണ്ട കാറുകളാണല്ലോ. അപ്പടി പക്ഷേ എന്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. 20 സെക്കൻഡൊക്കെ എണ്ണി വെച്ച് എങ്ങനെയായിരുന്നു ഇങ്ങനെ സ്റ്റോപ്പ് വെച്ചിട്ടിരുന്ന 1 മണിക്കൂർ? അത് അടുത്ത് ഞാൻ പടിയിൽ വെളി ചവിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ എത്തി ചവിട്ടി 20 സെക്കൻഡ്. ഓക്കെ ആയിക്കോട്ടെ. ചിലപ്പോൾ നീ 1 മണിക്കൂർ 20 സെക്കൻഡ് ഇരുന്നതാണ്, അൻസിബ് അന്വേഷിച്ച് ഇരുന്നതാണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി അല്ല നിങ്ങളൊക്കെ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളൊക്കെ തെളിയിക്കുക. ഇങ്ങനെ ഇത് വായത്താളടിച്ചാൽ പറയല്ലോ, തെളിയിക്കുക. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ നല്ലപോലെ അന്വേഷിച്ചു. ഈ അൻസിബയെ പറ്റിയിട്ട് പല അപരാധങ്ങളും സർക്കിളിൽ പറഞ്ഞുണ്ടാക്കുന്നുണ്ടായിരുന്നു, പല അപരാധങ്ങളും. ഓക്കെ, നല്ലപോലെ അന്വേഷിച്ചു. അവൾ ജെന്യുവിനാണ്. ഈ എല്ലാ വ്യക്തികളെ അറിയാവുന്ന വ്യക്തികളിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, കറക്റ്റായിട്ട്. അതുകൊണ്ട് കൂടുതൽ കിടന്ന് ലക്ഷ്മി പ്രിയെ ഉരുളൽ നേർച്ചയാക്കണ്ട. ഇത് എൻ്റെ ഊഹം ശരിയാണ്. ഒരിടം എത്തത്തില്ലേ കേസ്, മനസ്സിലായ? ഇതങ്ങ് തള്ളി അങ്ങ് പോകും. അതേ സംഭവിക്കത്തുള്ളൂ.
കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എന്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. ഒരു സംഘടനയിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം അത് ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ? സ്റ്റേഷൻ നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത? എന്താണ്? സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? അതെ, ഒരു പെണ്ണിനെതിരെ വ്യാജ പരാതിയും കൊടുത്ത് കള്ളക്കേസും കൊടുത്ത് അവളെ കൊണ്ട് സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് അതിലൊന്നും സംഘടന ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം, ഞങ്ങൾ അടിച്ച് തീർത്തോളും. ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. ഇതിൽ സംഘടനയൊന്നും വേണ്ട. ഈ സെറ്റപ്പ് സംസാരിക്കലേ പന്നി ലക്ഷ്മി ചേച്ചിയേ, ലക്ഷ്മി തമ്പുരട്ടി താഴത്തില്ലടാ. ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാരണം എനിക്കതിൽ പരാതിപ്പെടേണ്ട സ്ഥലമല്ല സംഘടന എന്നുള്ള വിവേക ബുദ്ധി എനിക്കുണ്ട്. നിനക്ക് എവിടെ ബുദ്ധി ഇരിക്കും ലക്ഷ്മി? നീയല്ല പരാതിപ്പെടേണ്ട. നീയാണ് അവൾക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി സംഘടനയിൽ പറയേണ്ടത് അൻസിബയാണ്. അങ്ങനെയാണ് അൻസിബ പോയിട്ട് പ്രസിഡന്റിനോട് പരാതി വന്നത്. അപ്പോൾ നമുക്ക് ഇമാതിരി തീട്ടക്കേസൊന്നും എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് വേറെ വല്ല തീട്ടക്കേസ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു വിട്ടത്. കാര്യം പിടിയിട്ടേ തള്ളു തന്നെ. നമ്മൾ തമ്മിലുള്ള രണ്ട് പേര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ സംഘടനയല്ല പരിഹരിക്കേണ്ടത്. അതിന് സംഘടനയ്ക്ക് എന്താണ് ബാധ്യതയുള്ളത്? ഞങ്ങളിപ്പം പറഞ്ഞു തീർക്കും. കോംപ്രമൈസ് ആയ പ്രശ്നം തീരില്ല. ടിനിയേട്ടനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങളെല്ലാം അടപടലും പ്രശ്നത്തിലാണ്. ഓക്കെ സൂപ്പർ. ഒരേ സംഘടനയിലെ അംഗങ്ങളും ഒരേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതിന് സംഘടനയ്ക്ക് എങ്ങനെ റോള്? ഞാൻ ഉന്നയിച്ചിട്ടില്ല. എനിക്ക് ഉന്നയിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. പക്ഷേ കേസ് ആയതിനു ശേഷം അൻസിബ കുറെ ഊഹാപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ആ മെസ്സേജിന് ഞാൻ അപ്പൊ തന്നെ ഫ്രഷ് നമ്മുടെ ലക്ഷ്മി പ്രിയ പറയുന്നല്ല, ഫ്രഷ് എല്ലാം കറക്റ്റ് പോരെ? സന്തോഷമായില്ലേ? ലക്ഷ്മി പ്രിയ പറയുന്നതാണ് ശരി, 100-ൽ 100. അൻസിബ കള്ളി. സന്തോഷമായില്ലേ? ആയിക്കോട്ടെ. റിപ്ലൈ അയച്ചു. മോളി ഘോരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും എന്റെ പരാതിയിലില്ല. 4 വരിയിലേ എന്റെ പരാതി ഉള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനല്ലല്ലോ പറയണ്ടേ. എനിക്ക് എന്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എന്റെ ശരിയിലൂടെ മാത്രമാണ്. നിന്റെ ശരി മൊത്തം തെറ്റാണ് മോളെ. ഉള്ള കാര്യം പറയാം, നിന്റെ ശരി മൊത്തം തെറ്റാണ്. ഫുള്ള് തെറ്റാ. ദിസ് ഈസ് റാങ്. എന്റെ പിന്നിൽ ആരുമില്ല. എനിക്ക് പ്രത്യേകമായൊരു അജണ്ടയും ഇല്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ. നിന്റെ പിന്നിൽ ഒരു അമ്മച്ചി നിൽക്കണല്ലോ അവിടെ. അമ്മച്ചി, ആന്റിയെ, ചേച്ചി ആരോ നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ആരും ഇല്ലെന്ന് പറഞ്ഞത് ചുമ്മാ തള്ളല്ലേ കേട്ടാ. എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളും ഇല്ല. അതിന്റെ കാരണം പിന്നെ ഡിസംബർ 10-ാം തീയതി ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും ഡിസംബർ 14-ാം തീയതി തിരുവനന്തപുരത്ത് ഞാൻ ആ മോളെ കണ്ട സമയത്ത് ആ മോൾക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതിന്റെ കാര്യം ചോദിക്കണം, മോൻ എന്താ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, അതിന്റെ മറുപടി പറയൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്റെ റൂമിലേക്ക് വന്ന് പറയാമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല. പല അവസരങ്ങളിൽ ഞാനത് ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും അതിന് മുൻപും അതിനുശേഷവും ഒക്കെയുള്ള ചാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട വിധത്തിൽ ആ കുട്ടിയോ ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. അതായത് ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പിഞ്ചു ബാലയായിരുന്നു നമ്മുടെ ലക്ഷ്മി ചേച്ചി. എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ചു പാവത്തിന്. എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത്. അപ്പൊ പരാതി കൊടുത്തത് തന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് 3 മണിക്കൂറോളം അവളെ പിടിച്ച് അവിടെ ഇരുത്തി ഹരാജ് ചെയ്തു. അതിൽ 1 കോടി എണ്ണി വെച്ചു, എടുത്ത് കൊടുക്കാൻ സമയമായി. ഞാൻ കുറച്ച് കമൻസ് ഒന്നും വായിക്കേണ്ട. പിന്നെ എന്തിനാണ് സർ തൊലിഞ്ഞ സംഘടന? അതായത് ഇവിടെ അൻസിബയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ പോയി പരാതി കൊടുത്തപ്പോൾ ഇവിടെ ഇപ്പൊ ലക്ഷ്മി പറയണേ അതിപ്പോ അൻസിബ അവിടെ അല്ലല്ലോ പരാതി പറയണ്ടേ. അല്ലല്ലോ, അത് സംഘടനയിൽ എന്തിനു പറയണം? ആ സെറ്റപ്പിലായി. പിന്നെ എന്തിനാ തൊലിഞ്ഞ സംഘടന? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇമാതിരി ഒരു തൊലിഞ്ഞ സംഘടന എന്തിനാണ്? ഒരാൾക്ക് ആ സംഘടനയുള്ള 2 പേരാണ് നിങ്ങൾ, രണ്ടും ആ സംഘടനയിലുള്ള മെമ്പേഴ്സാണ്. നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സംഘടനയിൽ അത് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കണം. പ്രത്യേകിച്ച് അൻസിബയെ വ്യാജ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ വരെ എത്തിച്ച സ്ഥിതിക്ക് സംഘടനയിൽ ആ ഒരു വിഷയം സംസാരിക്കുമ്പോൾ സംഘടനയ്ക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ തൊലിഞ്ഞ സംഘടന? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഈ ശവത്തിനെ ആ സംഘടനയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അവിടെ ചാണകവെള്ളം തെളിച്ച് ശുദ്ധിയാക്കിയാൽ അമ്മ എന്ന സംഘടന രക്ഷപ്പെടും. ഇവൾ പെരും കള്ളിയാണ്. ഇവൾ വാ തുറന്ന ശപിക്കാനും കള്ളം പറയാനും മാത്രമാണ്. ശപിക്കാൻ, അത് കറക്റ്റ് കാര്യമാണ്. അത് കുട്ടിയെ ഫുൾ വിശ്വസിക്കേണ്ട കേട്ടോ ഉടായ്പ്.
അൻസിബ ജെന്യൂൻ, മണിക്കൂറും സെക്കൻഡും കൃത്യം. അതെ, 20 സെക്കൻഡൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. ഹസ്ബൻഡ് പ്രശ്നമാക്കിയെങ്കിൽ അത് നിന്റെ ദുർനടപ്പ്. ഈ നടി പറയുന്ന ശുദ്ധ കള്ളത്തരം തന്നെ. കുലസ്ത്രീ ശങ്കിനി, ഫുൾ സപ്പോർട്ട് അൻസിബ. അൻസിബ എന്താണ് ആ മെസ്സേജ്? RSSന്റെ ദുർവാഹിനിയായ ലക്ഷ്മിപ്രിയ വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കള്ളച്ചാണകം, ഭൂലോക ഹള്ളി. ഇവൾ ഓർമ്മയുണ്ടോ? ഇവളല്ലേ പറഞ്ഞ എന്തൊന്ന് RSSും BJPയും അരമനകൾ കയറി നിരങ്ങരുത്, ക്രിസ്ത്യാനികൾ നന്ദിയില്ലാത്തവരാണ്, അവർ വോട്ട് ചെയ്യില്ല എന്ന്. എന്നിട്ട് മതേതരത്വം പറഞ്ഞു വന്നിരിക്കുന്നു. സത്യം, ഇവളുടെ അടുത്ത് എല്ലാ തെളിവുകളും ഉണ്ടല്ലേ? ഇരിക്കണം. ഇവൾ ഒരു മഹാകൂതറയാണ്. നിനക്ക് ഹസ്ബൻഡ് ഉണ്ടോ? അതെ, ഞാനിപ്പോഴാണ് അറിഞ്ഞത്. എന്നോട് അൻസിബ ഇവൾ ഒന്നാം തരം നടി തന്നെ. ഹസ്ബൻഡ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തത് കുഴപ്പമില്ല അല്ലേ ചേച്ചി? അതെ, ചേച്ചിക്ക് അതൊന്നും വിഷയമില്ല. ചേച്ചിക്ക് അൻസിബ എങ്ങനെയും കൊടുക്കണം, അതാണ് വിഷയം. സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ പേഴ്സണൽ വണ്ടട്ടെ ഉണ്ടായാൽ സംഘടനയും ബാധിക്കും. അത് പരിഹരിക്കാൻ സംഘടന ശ്രമിക്കുന്നത് തെറ്റില്ല. പിന്നെ ഇവർ കുറേ മെസ്സേജ് എന്നൊക്കെ പറയുന്നുണ്ട്. കേരളം ഇതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അതെ, തെളിവ് ശാഖാരിയുടെ തെളിവ്. ഇവളൊക്കെ പുറത്ത് എന്തു പത്രക്കാരെ ഇതെന്ത് വാർത്ത? ഇവൾ പറയുന്നതിൽ ഒരു വ്യക്തതയുമില്ല. ചുമ്മാ അങ്ങ് തള്ളി മറിക്കുക. ഞാൻ അത്യാവശ്യം അന്വേഷിച്ച ആളെ ഇവിടെ ലക്ഷ്മിപ്രിയ അല്ലല്ലോ, അൻസിബയുടെ ഭാഗത്താണ് ഫുൾ ന്യായം എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ലക്ഷ്മിപ്രിയ ഇവൾ ഭൂലോക ദുരന്തമാണ്. വാ തുറന്നാൽ നുണ പറയും. ഇവരുടെ ഭർത്താവ് പോലും ഇവരെക്കുറിച്ച് മോശമായ അഭിപ്രായമാണ് പറയുന്നത്. അതിൻ്റെ തെളിവ് അൻസിബയുടെ കയ്യിലുണ്ട്. ഈ സ്ത്രീ ഫുൾ ഉടായ്പതാണ്. ഇവളൊരു സിനിമ പോലും ഇല്ല. അമ്മയിൽ ഒരു മെമ്പർ എന്ന പദവി മാത്രമേ ഉള്ളൂ. അതിൻ്റെ അഹങ്കാരമാണ്. ഇവരുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് കേരള ജനത കേട്ടതാണ്. ഓക്കെ, എത്രത്തോളം നിലവാരം ഇല്ല എന്ന് കേരള ജനത കേട്ടതാണ്. അതുകൊണ്ട് ഇവരെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടെ. അങ്ങ് നൈസായിട്ട് കിടന്ന് ഉരുളുക. അയ്യോ, എങ്ങനെ ഈ ഉരുൾച്ചയൊക്കെ നേരത്തെ ഉരുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അൻസിബ ഇങ്ങനോണ്ട് പരാതിയൊന്നും കൊടുക്കത്തില്ലായിരുന്നു. ഇതാ പെണ്ണിനെ മാക്സിമം നീയൊക്കെ എല്ലാം കൂടി ദ്രോഹിച്ച് ജിഹാദിയാക്കിയും അവിഹിതമാക്കി പല രീതിയിൽ ആ പെണ്ണിനെ മൊത്തത്തിൽ നീയൊക്കെ തൊലച്ച് എന്നിട്ട് വന്നു കിടന്ന് ഇപ്പം കിടന്ന് മെഴുകണം. തെളിവുണ്ട്. അയ്യോ, ഞാൻ ആ കൊച്ചിനെ അന്ന് കണ്ടപ്പോൾ ഗിഫ്റ്റ് കൊടുത്തതല്ലേ, പിന്നെ ആ കൊച്ചിന് എന്ത് പറ്റിയിട്ടന്ന് ഈ സെറ്റപ്പ് തള്ളലൊക്കെ തള്ളിക്കൊണ്ടങ്ങ് ഇരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.